ബി.ജെ.പി. എസ്.ഡി.പി.ഐ കക്ഷികളുമായി കൂട്ടുചേർന്ന ചൊവ്വന്നൂർ മറ്റത്തൂർ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഡി.സി.സി ഓഫീസിൽ ടി.സി.വിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വന്നൂരിനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ച നിതീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എസ്.ഡി.പി.ഐയുമായി ഒരു കാരണവശാലും ബന്ധം പാടില്ല എന്നുള്ള നിർദ്ദേശം, കർശന നിർദ്ദേശം, പാർട്ടിയുടെ പോളിസി എല്ലാം നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തുടരാൻ സാധിക്കില്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെയും വൈസ് പ്രസിഡന്റായ സബേറ്റ വർഗീസിന് 2 പേരും ഇന്നലെ തന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. നടപടി സ്വീകരിച്ചു. മറ്റത്തൂരിലായാലും ഇവിടെ ആയാലും അംഗങ്ങൾക്കെതിരെ അയോഗ്യരാക്കാനുള്ള നിയമ നടപടികൾ പാർട്ടി സ്വീകരിക്കും. മറ്റത്തൂരിൽ അതോടൊപ്പം തന്നെ ഈ 10 അംഗങ്ങളെ 8 പേര് കൈച്ചിഹ്നത്തിൽ മത്സരിച്ചവരും 2 പേര് സ്വതന്ത്രരായി മത്സരിച്ച് അവരെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2 പേരെ തിരിച്ചെടുത്തിരുന്നു. ഇൻ ഇഫക്റ്റ് 10 പേരും പാർട്ടിയിലെ അംഗങ്ങളാണ്. അവരെ 10 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ശ്രീ ടി.എം. ചന്ദ്രൻ ഡി.സി.സി ജനറൽ സെക്രട്ടറിയും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഷാഫിനെയും കെ.പി.സി.സി ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടിയോട് ചെയ്തത് കൊടും ചതിയാണ്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ തന്നെ നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. എസ്.ഡി.പി.ഐ കക്ഷികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും വേണ്ടെന്ന് കർശന നിർദ്ദേശം നൽകിയതാണ്. ഓരോ മണ്ഡലത്തിലും വിപ്പ് നൽകാൻ ചുമതലക്കാരെ ഏൽപ്പിച്ചിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി.